അവർ നിന്ന ഇടം എവിടെയാണെന്നറിയാമോ? Do you know where they stood? അവരെ ക്രൂശിനരികെയാണെന്നാ വായിക്കുന്നത്. We read that it is by the cross. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നമായ കലവറയുടെ അടുക്കലാണ് അവർ നിന്നത്. But they stood by the most biggest treasure they can find in the world. Richest treasury in the world. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നതയുടെ ഉറവിടത്തിന്റെ അടുക്കലാണ് അവർ നിന്ന്. മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. They were standing by the origin of the world's biggest treasure. പുറമേ കാണപ്പെടുന്നയിടത്ത് ലജ്ജ ഷെയിമാണ് കാണുന്നത്. When we see outside, they only see shame. പോവർട്ടി ആണ് അവിടെ കാണുന്നത്. They see poverty. അൺടോൾഡ് ആഗണി ആണ് അവിടെ കാണുന്നത്. They see a lot of agony over there. അവിടെ മിസറി ആണ് കാണുന്നത്. They see a lot of misery. അല്ലേ? യേശുവിന്റെ ക്രൂശിന്റെ രംഗത്ത് ബാഹ്യമായി നാം നോക്കിയാൽ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. We see only all these things when we see outside. പക്ഷേ അകമേ നോക്കിയാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? But when we see inside, what we see? ഉള്ളിലേക്ക് കയറി ചെന്നാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? As we look inside, what do we see? അവിടെ പാപത്തിനുള്ള പരിഹാരം. We see that actually our forgiveness of sins. പാപക്കറകൾ കഴുകപ്പെടാനുള്ള ഉറവ അവിടെ തുറക്കപ്പെടുകയായിരുന്നെന്ന്. We see that actually a new origin of water has come. സകല മാനവ കുലത്തിന്റെയും പാപപരിഹാരത്തിനുള്ള പാപത്തിന്റെ ഉറവ തുറക്കപ്പെടുന്ന ഇടത്താണ് അവർ ചേർന്ന് നിന്നത്.